ഹലോ കൂട്ടുകാരി, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണണം. ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പുതിയ യൂട്യൂബേഴ്സിന് അറിയാൻ പാടില്ലാത്ത പുതിയ യൂട്യൂബ് മേഖലയിൽ കടന്നു വരുന്ന കുറേ ആൾക്കാർക്കൊരു ചെറിയ സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ടി വന്നത്. എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് എന്ന് സംശയം ചോദിച്ചു. കാരണം അറിയാത്ത കുറേ ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. വീഡിയോ എടുക്കാൻ ക്യാമറയിലെ വീഡിയോ ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും നമ്മൾ ക്യാമറയിലെ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം അതാണ് തീർച്ചയായിട്ടും ആരും പറഞ്ഞു കാണത്തില്ല എന്നാണ് തോന്നുന്നത്. പുതുതായിട്ട് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ക്യാമറയിലെ വീഡിയോ നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആയിരിക്കണം. പിന്നെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ തിരിച്ചു പിടിക്കണം. കാരണം ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. കാരണം ക്യാമറയിൽ നോക്കി നമുക്ക് സംസാരിക്കണം. കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് എടുത്തത്. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എങ്ങോട്ട് നോക്കണമെന്ന് കൺഫ്യൂഷൻ കാണും. ബാക്ക് ക്യാമറയിലാകുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല. കാരണം സ്ട്രെയിറ്റ് ടു ബാക്ക് ക്യാമറയിലായിട്ട് നോക്കാൻ പറ്റത്തില്ല. സ്ക്രീനിലോട്ട് നമ്മൾ നോക്കത്തില്ല. പിന്നെ ആരെങ്കിലും എടുത്ത് തരാനുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് തോന്നുന്നുണ്ട്. കാരണം ആരെങ്കിലും ബാക്ക് ക്യാമറ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ എനിക്കാരും എടുത്ത് തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് കയ്യിൽ ഫോൺ വെച്ചിട്ട് ഫോൺ തിരിച്ച് വെച്ച് ബാക്ക് ക്യാമറയിലൂടെ നോക്കി പറയുന്നതാണ് എനിക്ക് എളുപ്പമെന്ന് തോന്നുന്നത്. അപ്പം കൂട്ടുകാരെ, ഇനി പറയാൻ പോകുന്നതൊന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ എടുത്തതിന് ശേഷം അത് പല എഡിറ്റിംഗ് ആപ്പുകളുണ്ട്. ഇൻഷോട്ട് ഉണ്ട്, VN ഉണ്ട്, അങ്ങനെ നിരവധി ആപ്പുകൾ, നല്ല ക്വാളിറ്റിയുള്ള ആപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, എഡിറ്റിംഗ് എങ്ങനെയാണ് വേണ്ടത്, അതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബും വേണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റ, ബൈ, സി യു.